കടലിലെ വീഡിയോസ് ഒരുപാട് കാണിച്ചിട്ടുണ്ടെങ്കിലും ഗിൽനെറ്റ് ബോട്ടിലെ വീഡിയോ കാണിക്കണമെന്ന് വളരെയധികം ആഗ്രഹം വരുന്നിട്ട് അങ്ങനെയാണ് ഫസ്റ്റ് ടൈം തോക്കുംപടി ഹാർബറിൽ പോയി ഉള്ള എല്ലാ ബോട്ടുകളിലും കൊണ്ടുപോകുമോ എന്ന് ചോദിച്ച അവസാനം നമ്മളെ കൊണ്ടുപോയതട്ട ഒരു ബോട്ട് ആണ്ടവർ എന്നാണ് ആ ബോട്ടിന്റെ പേര്. ജയപാലനാണ് അതിന്റെ ഓണർ. നൗഷാദ് സനൂചേരനാണ് നമുക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു തന്നിട്ട്. സാധാരണ ബോട്ടിൽ പോണ പോലെയല്ല 30 ദിവസം കടലിൽ കിടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു വൈബ് തന്നെയാണ്. അവരുടെ ഒപ്പം പോയി കഴിഞ്ഞപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്കാരനായിട്ടല്ല ഞാൻ പോയത്, വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഉണ്ട് 30 ദിവസം ഞാൻ കടലിൽ കിടന്ന്. ഈ ബോട്ടിൽ പോയി വന്നിട്ട് 10 പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ല. വീഡിയോ റീച്ച് ആവുന്നുള്ള കാര്യം ഡൗട്ടായിരുന്നു. ഇത്രയും ദിവസം പെൻഡിങ് ആയതിന്റെ പേര് വട്ടോടക്കാരെന്നെല്ലാവരും 30 ദിവസം കര കാണാൻ കടലിൽ അതൊരു പരിചയമില്ലാത്ത ആൾക്കാരുടെ ഒപ്പം പോയേ തീരുന്നുള്ള വാശിയിൽ ഞാൻ ഫസ്റ്റ് ടൈം ഗിൽനെറ്റ് ബോട്ടിൽ പോയി 32 ദിവസം കിടന്ന് അത് കഴിഞ്ഞ് വീണ്ടും പോയി ഒരു 30 ദിവസം കിടന്നിട്ട് വേറൊരു ലോകത്തേക്ക് വന്ന ഫീലായിരുന്നു ആ ബോട്ടിൽ കയറി ഉൾക്കടലിലേക്ക് വന്നപ്പോഴ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല കാഴ്ചകളും കണ്ട് ഞാൻ അമ്പരന്ന് പോയി. ദൈവത്തിന്റെ ഓരോരോ വികൃതികൾ. ഒരു മാസം കടലിൽ കിടക്കാൻ നേരത്ത് അതിൽ വന്ന പ്രകൃതിയുടെ മാറ്റങ്ങൾ എന്താ പറയാ, ആ ഒരു ഫീലൊക്കെ അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ. കടൽ ഇത്ര സുന്ദരിയാണെന്ന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. പല രീതിയിലുള്ള കാഴ്ചകൾ കണ്ട് എന്നെ അമ്പരിപ്പിച്ചിട്ടുണ്ടെങ്കിലും കൂടുതലായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്കൈയിൽ വന്ന വ്യത്യാസങ്ങളാണ്. വൈകുന്നേരം രാവിലെ മഴ പെയ്യാൻ നേരത്ത്, അതുപോലെ തന്നെ മഴയുള്ള സമയങ്ങളിൽ കടലിന്റെ ഓരോരോ മാറ്റങ്ങൾ. എന്നേലും വലിയ മീനുകളെ ഹാർബറിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ ലൈവായിട്ട് പിടിച്ച് കയറ്റണത് ഈ ബോട്ടിൽ പോയപ്പോഴാണ് കണ്ട്. അതുപോലെ തന്നെ കടലിലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മീനുകൾ. ഒരു തവണ കൂടി ഞാൻ ഈ ബോട്ടിൽ പോവും. ആ പോക്കിനകത്ത് കടലിനെ തന്നെ ഏറ്റവും ഭയാനകമായിട്ടുള്ളൊരു മുഖമായിട്ടായിരിക്കുള്ളൂ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട്.